നമ്മളുടെ മലയാളികളുടെ മിക്ക ആൾക്കാരുടെയും ഇപ്പോഴത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി ആയിരിക്കും അല്ലേ. അപ്പോൾ പഴയ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചോറും കറിയൊക്കെ കുറേ പേരൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ട മസാലയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട കൊണ്ടുള്ള എഗ്ഗ് മസാലയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സത്താൻ മനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മുട്ട മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. അതിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമാണ്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം നമ്മൾ പൊടികൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നെടുകെ കീറിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ നെടുകെ കീറിയിട്ട് ഇപ്പോൾ മൊത്തം 6 കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊരു 2 പേർക്ക് കഴിക്കേണ്ട ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. 2 മാക്സിമം 3 പേർക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മഞ്ഞക്കറി താഴെ വീഴാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോ ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞക്കറി താഴെ വീണാലും നമുക്കതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്ത സൈഡ് കൂടെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ അടുത്ത സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതിനും ഇതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ട് എടുക്കുക. മഞ്ഞക്കറി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എൻ്റെ മറ്റേ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനത് ബാക്കി മസാലയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പെരിഞ്ജീരകം മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു നല്ല വലിപ്പമുള്ള ഒരു സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ്, നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. പിന്നീട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവോള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാനിവിടെ മിസ്സായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ഞാൻ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പൊടികൾ കരിഞ്ഞ് പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് പുളി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തക്കാളി കൂടി ചേർക്കാം.
ഇനി നന്നായിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ട് വരണം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്, കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുവാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കുരുമുളക് പൊടി നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. ഞാൻ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോസാണ്. ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചെറുതായിട്ടൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പം നിങ്ങൾ സോസിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സോസ് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഈ ഒരു വലിയ സ്പൂണ് മുഴുവനായിട്ടും ഞാൻ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോസ് ചേർക്കുന്നതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കുറക്കാം കൂട്ടാം. അധികം എക്സ്ട്രാ, അതായത് 1 സ്പൂണിന് മുകളിൽ ആഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അര സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയുടെ ഒരു തിക്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 ഗ്ലാസ് ഞാൻ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂട്ടാം. അപ്പോൾ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാലയൊക്കെ മുട്ടയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. മസാലയൊക്കെ മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേവി കുറച്ച് ലൂസാണെങ്കിൽ അത് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് തിക്കാണ്, അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. ഇതുപോലെ മുട്ടയിൽ എല്ലാം കൂടി ഒന്ന് മസാലയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതിപ്പോൾ നോക്കിക്കാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുവാണ്. അത് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ആ മല്ലിയിലയുടെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ഫ്ലേവർ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രൈ ചെയ്തിട്ടുള്ള എഗ്ഗ് മസാല ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റിൽ എന്നോട് അറിയിക്കുക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.